ഹലോ സോൾ ഫാമിലി, എൻ്റെ എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം. നിങ്ങളെല്ലാവരും ഹാപ്പി ആയിട്ടിരിക്കുന്നെന്ന് വിശ്വസിക്കുന്നു. നിങ്ങൾക്കെല്ലാവർക്കും ശാന്തിയും സമാധാനവും നേരുന്നു. ഇന്ന് വന്നിട്ട് ജൂൺ 3 എനർജിയാണ്, അതായത് ട്യൂസ്ഡേ ഗൈഡൻസ് ആണ് നമ്മൾ നോക്കാൻ പോകുന്നത്. അപ്പോൾ എന്നത്തെയും പോലെ നിങ്ങൾ ഫസ്റ്റ് പായൽ സെലക്ഷൻ നടത്തുക. സ്ക്രീനിൽ ഓൾറെഡി നിങ്ങൾക്ക് 2 ഓപ്ഷൻസ് കാണാൻ സാധിക്കും, പായൽ 1 ആൻഡ് പായൽ 2. കുറച്ചൊരു കാം എനർജിയിൽ ഇരുന്നിട്ട് നിങ്ങളുടെ ഇൻറ്റ്യൂഷൻ ട്രസ്റ്റ് ചെയ്തിട്ട് ഇതിൽ നിന്നൊരു എനർജി ചൂസ് ചെയ്യാനായിട്ട് ശ്രമിക്കുക. അതുപോലെ തന്നെ നിങ്ങളുടെ സ്നേഹത്തിനും സപ്പോർട്ടിനും ലോട്ട് ഓഫ് താങ്ക്സ്. നിങ്ങൾ പായൽ സെലക്ഷൻ നടത്തുക, നമുക്ക് റീഡിംഗ് ആയിട്ട് കാണാം. താങ്ക് യു. ഗുഡ് മോർണിംഗ്, എല്ലാവർക്കും സ്വാഗതം. നമുക്ക് നോക്കാം നിങ്ങളുടെ ട്യൂസ്ഡേ എനർജി എന്താണെന്ന്. ജൂൺ 3 ഗൈഡൻസ് എന്താണ്? താങ്ക് യു. ഇവിടെ 5 ഓഫ് സോഡ്സിൻ്റെ എനർജിയാണ്. മോർണിംഗ് ടൈം ചേഞ്ച്, മാറ്റങ്ങൾ ഡിമാൻഡ് ചെയ്യുന്ന ഒരു ടൈം പീരീഡ് ആയിട്ടാണ് എനിക്ക് ഫീൽ ചെയ്യുന്നത്. നിങ്ങളുടെ ലൈഫിൽ എന്തെങ്കിലുമൊക്കെ സിറ്റുവേഷൻസ്, എന്തെങ്കിലുമൊക്കെ ഒരു തോട്ട് പ്രോസസ്സിൽ നിങ്ങൾ ഇരിക്കുന്നുണ്ടാകാം. ചിലപ്പോൾ നിങ്ങൾ വിചാരിച്ച പോലെ ആക്ഷൻസ് എടുക്കാൻ സാധിക്കുന്നില്ല, നിങ്ങൾ വിചാരിച്ച കാര്യങ്ങൾ സംഭവിക്കുന്നില്ല. അപ്പോൾ ആ ഒരു എനർജിയിൽ നിന്നും ഉയർന്നു പറക്കാനായിട്ട്, അല്ലെങ്കിൽ ആ ഒരു ഒബ്സ്റ്റക്കിൾസ് ഓവർകം ചെയ്യാനായിട്ട്, തടസ്സങ്ങൾ നീക്കി മുന്നോട്ട് പോകാനായിട്ട് ശ്രമിക്കുന്ന ഒരു ടൈം പീരീഡ് ആയിട്ടാണ് എനിക്ക് മോർണിംഗ് ടൈം ഫീൽ ചെയ്യുന്നത്. കുറച്ച് പേർക്ക് ഇവിടെ വന്നിട്ട് ചിലപ്പോൾ നിങ്ങളെ ആരും സപ്പോർട്ട് ചെയ്യുന്നില്ല, അല്ലെങ്കിൽ ഞാൻ ഒറ്റയ്ക്ക് നിന്ന് പോരാടും, കൂടെ ആരുമില്ലെങ്കിലും പ്രോബ്ലം ഇല്ല, ഞാൻ ഒറ്റയ്ക്ക് ഫേസ് ചെയ്യും, ആ ഒരു എനർജിയും എനിക്ക് ഫീൽ ചെയ്യുന്നുണ്ട്. അപ്പോൾ ആ ഒരു സിറ്റുവേഷനിൽ ചിലപ്പോൾ മറ്റുള്ളവർ നിങ്ങളെ റോങ് ആയിട്ട് കാണുന്നുണ്ടാകാം, എന്തെങ്കിലുമൊക്കെ കോമ്പറ്റീഷൻ, എന്തെങ്കിലുമൊക്കെ ജഡ്ജ്മെൻ്റൽ എനർജീസ് വരുന്നുണ്ടാകാം. അതും കുറച്ചൊന്ന് കെയർഫുൾ ആകാനായിട്ട് ശ്രമിക്കുക. ഇത് നിങ്ങളുടെ ഉള്ളിലായിരിക്കാം, അല്ലെങ്കിൽ നിങ്ങൾക്ക് ചുറ്റുമുള്ള എനർജീസ് ആയിരിക്കാം. ഇവിടെ മോർണിംഗിന് ശേഷമുള്ള സമയം ഒത്തിരി പോസിറ്റീവ് എനർജി ആയിട്ടാണ് എനിക്ക് ഫീൽ ചെയ്യുന്നത്. ഒത്തിരി പീസ്ഫുൾ കമ്മ്യൂണിക്കേഷൻ, സമാധാനപരമായിട്ടുള്ള എനർജീസ് ആയിട്ട് കണക്ട് ചെയ്യാനായിട്ട് നിങ്ങൾക്ക് ഈ ഒരു ടൈം പീരീഡിൽ സാധിക്കുന്നതാണ്. ഒത്തിരി ഹീലിംഗ് സംഭവിക്കുന്ന ഒരു ടൈമായിട്ടും എനിക്ക് ഫീൽ ചെയ്യുന്നുണ്ട്. ഇവിടെ ഈവനിങ് ടൈമിൽ 2 ഓഫ് കപ്സിൻ്റെ എനർജിയാണ്. പാർട്ട്ണർഷിപ്പ്, റിലേഷൻഷിപ്പ്, അതെല്ലാം ഫോക്കസിൽ വരുന്നുണ്ട്. ഓവറോൾ ഇവിടെ ഒരു ഹീലിംഗ്, ഒരു കമ്പാഷൻ, ഒരു സ്ട്രെങ്ത്, യൂണിയൻ്റെ എനർജി അവിടെ കുറേ കൂടെ ഫോക്കസ് ചെയ്യുന്നതായിട്ടാണ് എനിക്ക് ഫീൽ ചെയ്യുന്നത്. ഫാമിലി, ഹോം, പാർട്ട്ണർഷിപ്പിൻ്റെ എനർജി, അതെല്ലാം കൂടുതലായിട്ട് ഫോക്കസ് ചെയ്യുന്ന ടൈം പീരീഡാണ് ഈവനിങ് ടൈം വന്നിട്ട്. അതുപോലെ തന്നെ ഈ ഒരു കാർഡിലൊരു പരിഹാസത്തിൻ്റെ എനർജിയാണ്. നിങ്ങളെ പരിഹസിക്കുന്നതായിരിക്കാം, അല്ലെങ്കിൽ നിങ്ങൾ ആ ഒരു എനർജിയിൽ ഇരിക്കുന്നുണ്ടെങ്കിൽ കുറച്ചൊന്ന് കെയർഫുള്ളായിട്ട് ഇരിക്കാനായിട്ട് പറയുന്നുണ്ട്. നെക്സ്റ്റ് വന്നിട്ട് ഇന്നത്തെ ഗൈഡൻസ് നോക്കാം. ഇന്ന് കുറച്ചൊന്ന് ശ്രദ്ധിക്കേണ്ട കാര്യം എന്താണ്? താങ്ക് യു. കീപ് യുവർ ഹാർട്ട് ഓപ്പൺ. ഇവിടെ വന്നിട്ട് ഹാർട്ട് ചക്രയായിട്ട് റിലേറ്റ് ചെയ്തിട്ടുള്ള എനർജിയാണ്. അവിടെ ഒരു ബാലൻസ് കീപ്പ് ചെയ്യാനായിട്ടാണ് പറയുന്നത്. അവിടെ ഒത്തിരി സ്ട്രെങ്ത്, ഒത്തിരി എന്താ പറയുക, പോസിറ്റീവ് ആറ്റിറ്റ്യൂഡ് നിങ്ങളെ ഈ ഒരു ദിവസം സഹായിക്കുന്നതാണ്. കുറച്ച് പേർക്ക് ഫൊർഗീവ്നെസ്സിൻ്റെ എനർജി, ക്ഷമിക്കാനായിട്ടുള്ള ഒരു ബുദ്ധിമുട്ട് എനിക്ക് ഫീൽ ചെയ്യുന്നുണ്ട് ഹാർട്ട് ചക്രയായിട്ട് റിലേറ്റ് ചെയ്തിട്ട്. അപ്പോൾ എന്തെങ്കിലും അങ്ങനത്തെ ഇഷ്യൂസ് ഉണ്ടെങ്കിൽ കുറച്ചൊന്ന് ശ്രദ്ധിക്കുക. നിങ്ങളുടെ ഹാർട്ട് ചക്ര, മനസ്സ് കുറച്ചും കൂടെ ഓപ്പൺ ആക്കി തുറന്ന മനോഭാവത്തോടു കൂടി കാര്യങ്ങളെ കാണാനായിട്ട്, മനസ്സിലാക്കാനായിട്ട് ശ്രമിക്കുക. അത് നിങ്ങളെ ഓവറോൾ ഈ ഒരു ദിവസം സഹായിക്കുന്നതാണ്. അപ്പോൾ ലിബ്രയുടെ എനർജിയാണ്, ബാലൻസിൻ്റെ എനർജി ആവശ്യമായിട്ട് വരുന്നുണ്ടാകാം. നെക്സ്റ്റ് നിങ്ങളുടെ ഇന്നത്തെ ബ്ലെസ്സിങ്സ് നോക്കാം. പായൽ നമ്പർ 1 ചൂസ് ചെയ്തവരുടെ ട്യൂസ്ഡേ ബ്ലെസ്സിങ് എന്താണ്? താങ്ക് യു. ലവേഴ്സിൻ്റെ എനർജി ബ്യൂട്ടിഫുൾ എനർജിയാണ്, സ്വീറ്റ് ആയിട്ടുള്ള എനർജിയാണ്. ഒത്തിരി സ്നേഹം, കമ്പാഷൻ്റെ എനർജി കാണുന്നുണ്ട്. 7 ഓഫ് ഇൻസ്പിറേഷൻ, കുറച്ച് പേർക്ക് പ്രോബ്ലം സോൾവിങ് കേപ്പബിലിറ്റി, കഴിവാണ്. പ്രശ്നങ്ങളെ മനസ്സിലാക്കി അതിന് ഒരു സൊല്യൂഷൻ കണ്ടെത്താനായിട്ടുള്ള ഒരു ബ്ലെസ്സിങ് ആണ് എനിക്ക് ഫീൽ ചെയ്യുന്നത്. എത്ര ടഫ് സിറ്റുവേഷൻ ആണെങ്കിലും നിങ്ങൾ മനസ്സ് വെച്ച് കഴിഞ്ഞാൽ അവിടെ നിന്ന് നിങ്ങൾക്ക് ഹീൽ ചെയ്ത് മുന്നോട്ട് വരാനായിട്ട് ഇന്ന് അവസരങ്ങൾ, ഓപ്പർച്യൂണിറ്റീസ് ഉണ്ടാകുന്നതാണ്. അത് നിങ്ങളുടെ വിഷ് ഫുൾഫിൽമെൻറ്റിലോട്ട്, നിങ്ങളുടെ മനസ്സിന് ഇഷ്ടപ്പെട്ട ആഗ്രഹങ്ങൾ പൂർത്തീകരിക്കാനായിട്ട് കുറച്ച് പേർക്ക് സാധിക്കുന്നതായിട്ട് എനിക്ക് ഫീൽ ചെയ്യുന്നുണ്ട്. കുറച്ച് പേരുടെ എന്തെങ്കിലും ടഫ് സിറ്റുവേഷനിൽ ഒരു എൻഡിങ്ങും ആകാം. ഫൈനൽ എനർജി നോക്കാം. പായൽ നമ്പർ 1 ഫൈനൽ എനർജി എന്താണ്? താങ്ക് യു. പായൽ നമ്പർ 1 ഇവിടെ വന്നിട്ട് ലാഫ്റ്റർ ഈസ് ദ ബെസ്റ്റ് മെഡിസിൻ,
ബി സ്ട്രോങ് ആൻഡ് കറേജിയസ്. ഓക്കെ, ഈ 2 ഗൈഡൻസ് ആണുള്ളത് ഇന്നത്തോട്ട്. ഫസ്റ്റ് വന്നിട്ട് മനസ്സ് തുറന്ന് ചിരിക്കാനായിട്ട് ശ്രമിക്കുക. കുറച്ചും കൂടെ കാര്യങ്ങൾ പേഴ്സണലി എടുക്കാതെ കുറച്ചും കൂടെ ആ ഒരു ഹ്യൂമർ സൈഡായിട്ട് കണക്ട് ചെയ്യാനായിട്ട് ശ്രമിക്കുക. അത് നിങ്ങളെ ഈ ഒരു ദിവസം സഹായിക്കുന്നതാണ്. അതോടൊപ്പം തന്നെ കറേജസ് ആയിട്ടുള്ള ആക്ഷൻസ്, സ്ട്രോങ് ആയിട്ടുള്ള എനർജിയിലിരിക്കാനായിട്ടും ശ്രമിക്കുക. അപ്പോൾ 2ൻ്റെയും ആ ഒരു കോമ്പിനേഷനാണ്, ബാലൻസിൻ്റെ എനർജിയാണ് ഇന്ന് ഡിമാൻഡ് ചെയ്യുന്നത്. അപ്പോൾ സാഹചര്യങ്ങൾക്കനുസരിച്ചിട്ട് നിങ്ങളുടെ എനർജി കൊടുക്കാനായിട്ട് ശ്രമിക്കുക ഈ ഒരു ദിവസം വന്നിട്ട്. ഇവിടെ പറഞ്ഞ പോലെ തന്നെ ബാലൻസ്, 2ഉം തമ്മിൽ ബാലൻസ് ചെയ്ത് മുന്നോട്ട് കൊണ്ടുപോകാനായിട്ട് ശ്രമിക്കുക. കുറച്ച് പേർക്ക് ഇത് പ്രൊഫഷണൽ ലൈഫും അതുപോലെ തന്നെ ഫാമിലി ലൈഫും ആയിരിക്കാം. കുറച്ച് പേർക്ക് മണി ഫിനാൻസും അല്ലെങ്കിൽ നിങ്ങളുടെ കരിയറായിട്ടായിരിക്കാം. നിങ്ങളുടെ സിറ്റുവേഷൻ വെച്ചിട്ട് നോക്കുക. ഇതെല്ലാം നിങ്ങളെ ഇന്നത്തെ ദിവസം സഹായിക്കുന്നതാണ്. അപ്പോൾ ഇത്രയാണ് പായൽ നമ്പർ 1 ചൂസ് ചെയ്തവരുടെ ഇന്നത്തെ മെസ്സേജസ് ആൻഡ് ഗൈഡൻസ് വന്നിട്ട്. നിങ്ങൾക്ക് എൻ്റെ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാനും ഫാമിലി ഫ്രണ്ട്സും ഒക്കെ ആയിട്ട് ഷെയർ ചെയ്യാനായിട്ടും മറക്കാതിരിക്കുക. അടുത്ത റീഡിംഗ് ആയിട്ട് കാണുമ്പോൾ ബൈ ആൻഡ് ടേക്ക് കെയർ. താങ്ക് യു. ഗുഡ് മോർണിംഗ്, എല്ലാവർക്കും സ്വാഗതം. നമുക്ക് നോക്കാം നിങ്ങളുടെ ഇന്നത്തെ മെസ്സേജസ് ആൻഡ് ഗൈഡൻസ് എന്തൊക്കെയാണെന്ന്. ജൂൺ 3 ട്യൂസ്ഡേ ഗൈഡൻസ് പായൽ നമ്പർ 2 ചൂസ് ചെയ്തവർക്ക് താങ്ക് യു. ഇവിടെ 8 ഓഫ് പെൻറ്റക്കിൾസിൻ്റെ എനർജിയാണ് വരുന്നത്. മോർണിംഗ് ടൈം കുറേ കൂടെ നിങ്ങളുടെ അബണ്ടൻസ്, മണി അല്ലെങ്കിൽ വർക്കായിട്ട് റിലേറ്റ് ചെയ്തിട്ടുള്ള എനർജി ആയിട്ട് നിങ്ങൾ കൂടുതൽ ഫോക്കസിൽ വരുന്നതായിട്ട് എനിക്ക് ഫീൽ ചെയ്യുന്നുണ്ട്. ഡെവലിൻ്റെ എനർജി മോർണിംഗ് ടൈമിന് ശേഷം കുറച്ച് പേർക്ക് ഇവിടെ കൂടുതലായിട്ടും നിങ്ങളുടെ ഡിസയേഴ്സ്, നിങ്ങളുടെ ആഗ്രഹങ്ങൾ, അതിന് വേണ്ടിയിട്ട് സമയം ചെലവഴിക്കാനായിട്ട് കുറച്ച് പേര് ശ്രമിക്കുന്ന ഒരു ടൈം പീരീഡ് ആയിട്ടാണ് എനിക്ക് ഫീൽ ചെയ്യുന്നത്. കുറച്ച് പേർക്ക് മണി ഫിനാൻസ് ആയിട്ടുള്ള എനർജിയും ഇവിടെയും വരുന്നുണ്ട്. റിലേഷൻഷിപ്സും വരുന്നുണ്ട് ഈ ഒരു സമയത്ത്. അപ്പോൾ ഒത്തിരി ഡിസയർ, ഒത്തിരി പാഷൻ, ആ ഒരു എനർജി കാണുന്നുണ്ട്. ക്യൂൻ ഓഫ് വാൻസിൻ്റെ എനർജി ഈവനിങ് ടൈമിൽ ഒത്തിരി മാജിക്കൽ ആയിട്ടുള്ള മൂമെൻറ്റ്സ് ഉണ്ടാകുന്നതായിട്ട് എനിക്ക് ഫീൽ ചെയ്യുന്നുണ്ട്. നിങ്ങളുടെ ഉള്ളിൽ ഒത്തിരി കോൺഫിഡൻസ് നൽകുന്ന, ഒത്തിരി സന്തോഷം നൽകുന്ന എന്തെങ്കിലുമൊക്കെ എനർജീസ് ഉണ്ടാകുന്നതായിട്ട് എനിക്ക് ഫീൽ ചെയ്യുന്നുണ്ട്. കുറച്ച് പേർക്ക് എന്തെങ്കിലും ഉറച്ച തീരുമാനങ്ങൾ എടുക്കാനായിട്ട് ശ്രമിക്കുന്ന ഒരു ടൈം പീരീഡ് ആയിരിക്കാം. കുറച്ച് പേർക്ക് നിങ്ങളുടെ കരിയറായിട്ട് റിലേറ്റ് ചെയ്തിട്ടായിരിക്കാം. കുറച്ച് പേർക്ക് റിലേഷൻഷിപ്പിലായിരിക്കാം. എന്തെങ്കിലും ഒരു സ്ട്രോങ് ആയിട്ടുള്ള ഡിസിഷൻ, തീരുമാനങ്ങൾ എടുക്കുന്നുണ്ടാകാം. കുറച്ച് പേർക്ക് ഈ ഒരു സമയത്ത് യൂണിറ്റിയുടെ എനർജിയും വരുന്നുണ്ട്. പരസ്പരം ആ ഒരു പോസിറ്റീവ് എനർജി എക്സ്ചേഞ്ചിൻ്റെ എനർജിയും ഫീൽ ചെയ്യുന്നുണ്ട് ഈ ഒരു സമയത്ത് വന്നിട്ട്. അപ്പോൾ ഓവറോൾ ഈ ഒരു ദിവസം നിങ്ങളുടെ മനസ്സിൽ ശാന്തി, സമാധാനം, പീസ്, ആ ഒരു എനർജിയായിട്ട് കണക്ട് ചെയ്തിട്ട് എന്തെല്ലാം സിറ്റുവേഷൻസ് ആണോ എൻഡ് ചെയ്യാനായിട്ടുള്ളത് അത് എൻഡ് ചെയ്തിട്ട് ഒരു ന്യൂ ബിഗിനിങ്ങിലോട്ട് കടക്കാനായിട്ട് നിങ്ങൾ പരിശ്രമിക്കുന്നതായിട്ടാണ് എനിക്ക് ഫീൽ ചെയ്യുന്നത്. ഓക്കെ, കുറച്ച് പേർക്ക് ഹാർഡ് വർക്കിൻ്റെ എനർജിയും എനിക്ക് ഫീൽ ചെയ്യുന്നുണ്ട്. മോർണിംഗ് ടൈം വന്നിട്ട് ട്രാവലിൻ്റെ എനർജി കാണുന്നുണ്ട്. അപ്പോൾ അവിടെയെല്ലാം കുറച്ചൊരു എനർജി ബാലൻസ് ചെയ്യുക. അതും നിങ്ങളെ ഹെൽത്ത് വൈസ് സപ്പോർട്ട് ചെയ്യുന്നതാണ് ഈ ഒരു സമയത്ത് വന്നിട്ട്. കുറച്ച് പേർക്ക് ഈ ഒരു മോർണിംഗ് ടൈമിൽ നിങ്ങളുടേതായിട്ടുള്ള ഇൻഡിപെൻഡൻ്റ് ആയിട്ടുള്ള എന്തെങ്കിലുമൊക്കെ തീരുമാനങ്ങൾ എടുക്കാനായിട്ടുള്ള ഒരു എനർജിയും വരുന്നുണ്ട്. ചിലപ്പോൾ നിങ്ങളുടെ കരിയറായിട്ട് റിലേറ്റ് ചെയ്തിട്ടായിരിക്കാം, അല്ലെങ്കിൽ പുതിയതായിട്ട് എന്തെങ്കിലും തുടങ്ങുന്നുണ്ട്, അല്ലെങ്കിൽ എന്തെങ്കിലും സെർച്ചിലായിരിക്കാം നിങ്ങൾ ഇരിക്കുന്നുണ്ടാകുക. അതുമായിട്ട് റിലേറ്റ് ചെയ്തിട്ട് ഒത്തിരി റിസർച്ച് നടത്തുക, ഇൻഡിപെൻഡൻ്റ് ആയിട്ടുള്ള തീരുമാനങ്ങൾ എടുക്കുക, അതും ഫോക്കസിൽ വരുന്നുണ്ട് ഈ ഒരു സമയത്ത് വന്നിട്ട്. ഓക്കെ, നെക്സ്റ്റ് നിങ്ങൾ ഇന്ന് കുറച്ചൊന്ന് കെയർഫുൾ ആകേണ്ട എനർജി, നിങ്ങളുടെ ഗൈഡൻസ് നോക്കാം ഇന്നത്തെ ദിവസത്തെ. ബി റിയൽ, അക്വേറിയസിൻ്റെ എനർജിയാണ് വന്നേക്കുന്നത്. നിങ്ങൾ എന്താണോ, നിങ്ങളുടെ എനർജി എന്താണോ, ആ ഒരു എനർജിയിൽ ഇരിക്കാനായിട്ട് ശ്രമിക്കുക. ഫേക്ക് ചെയ്യാതിരിക്കുക. സത്യസന്ധമായിട്ടുള്ള എനർജി അത് നിങ്ങൾ ചൂസ് ചെയ്യുക ഈ ഒരു സമയത്ത് വന്നിട്ട്. അത് നിങ്ങളെ സഹായിക്കുന്നതാണ്. ചിലപ്പോൾ നിങ്ങൾക്ക് മനസ്സിലൊരു കാര്യം ഉണ്ടാകാം, പക്ഷേ മറ്റുള്ളവരെന്ത് ചിന്തിക്കും, അവരെ വിഷമിപ്പിക്കുമോ, അത് വിചാരിച്ചിട്ട് ഇഷ്ടമില്ലാതെ എന്തെങ്കിലുമൊക്കെ ഫോഴ്സ്ഫുള്ളി ചെയ്യാനായിട്ട് ശ്രമിക്കുന്നുണ്ടാകാം. ചിലപ്പോൾ പീപ്പിൾ പ്ലീസിങ് എനർജി എന്ന് പറയും. അതായത് മറ്റുള്ളവരുടെ മുമ്പിൽ ഞാൻ നല്ല വ്യക്തിയാണ്, ആ ഒരു പ്ലസൻറ്റ് അറ്റ്മോസ്ഫിയർ നിലനിർത്താൻ വേണ്ടിയിട്ട് ഇഷ്ടമില്ലാതെ ഫോഴ്സ്ഫുള്ളി എന്തെങ്കിലുമൊക്കെ ചെയ്യുന്നുണ്ടാകാം. അപ്പോൾ അത് നിങ്ങളെ എന്താ പറയുക, ഒരു
അൺഈസി എനർജിയിലോട്ട് കൊണ്ടുപോകുന്നുണ്ട്, അല്ലെങ്കിൽ നിങ്ങളുടെ മനസ്സിൽ എന്തെങ്കിലുമൊക്കെ വൂണ്ട് ക്രിയേറ്റ് ചെയ്യുന്നുണ്ടെങ്കിൽ അത് ശ്രദ്ധിക്കുക ഈ ഒരു സമയത്ത് വന്നിട്ട്. കുറച്ച് പേർക്ക് സ്നേഹം, കമ്പാഷനായിട്ട് റിലേറ്റ് ചെയ്തിട്ടുള്ള എന്തെങ്കിലും ബുദ്ധിമുട്ടുകളായിരിക്കാം. എന്നെ സ്നേഹിക്കുന്നില്ല, എന്നെ പരിഗണിക്കുന്നില്ല, എന്നെ മനസ്സിലാക്കുന്നില്ല, ആ ഒരു എനർജിയും എനിക്ക് ഫീൽ ചെയ്യുന്നുണ്ട്. അപ്പോൾ നിങ്ങളോട് പറയുന്നത് ആ ഒരു റിയൽ ഇമോഷൻസ് അത് നിങ്ങൾ സപ്രസ് ചെയ്യാതിരിക്കുക, അടിച്ചമർത്താതിരിക്കുക. അതിന് പകരം അത് നിങ്ങൾ ഫീൽ ചെയ്യുക, അത് നിങ്ങൾ മനസ്സിലാക്കുക, ഉൾക്കൊള്ളുക. അതിനുശേഷം ഹെൽത്തി വേയിൽ നിങ്ങളുടെ ഉള്ളിൽ നിന്ന് അത് റിലീസ് ചെയ്യാനായിട്ട് ശ്രമിക്കുക. ചില സമയത്ത് നമ്മൾ കരയുമ്പോൾ അത് നമ്മളുടെ ഉള്ളിൽ ഹീലിംഗ് സംഭവിക്കുന്നതാണ്. ജേർണൽ ചെയ്യുമ്പോൾ, എഴുതുമ്പോൾ ഹീലിംഗ് സംഭവിക്കുന്നതാണ്. അങ്ങനെ ഹെൽത്തി രീതിയിൽ മ്യൂസിക്, പല രീതി ഉണ്ടാകും നമുക്ക് ഹീൽ ചെയ്യാൻ വേണ്ടിയിട്ട്. അപ്പോൾ അത് ചൂസ് ചെയ്യുക, ഹെൽത്തി വേയിൽ അത് നിങ്ങളുടെ ഉള്ളിൽ നിന്ന് ഹീൽ ചെയ്യാനായിട്ട് ശ്രമിക്കുക. അത് നിങ്ങളെ സഹായിക്കുന്നതാണ്. ചിലപ്പോൾ നിങ്ങൾ റിയൽ ആയിട്ടുള്ള വ്യക്തികളായിരിക്കാം, സത്യസന്ധമായിട്ട് ഇരിക്കുന്ന വ്യക്തികളും ആകാം. പക്ഷെ ചില സമയങ്ങളിൽ നമ്മൾ ആ ഒരു പീപ്പിൾ പ്ലീസിങ് എനർജിയിലോട്ട് പോകുന്നുണ്ടാകാം. അപ്പോൾ അത് മാത്രം കുറച്ചൊന്ന് കെയർഫുൾ ആകുക ഈ ഒരു സമയത്ത് വന്നിട്ട്. അപ്പോൾ അതിനെല്ലാം വേണ്ടിയിട്ട് നിങ്ങളെ ബിലീവ് ചെയ്യാനായിട്ട് ശ്രമിക്കുക. നിങ്ങളുടെ എനർജി, നിങ്ങളുടെ ഇൻറ്റ്യൂഷൻ, നിങ്ങളുടെ ഗട്ട് ഫീലിംഗ് നിങ്ങൾ ട്രസ്റ്റ് ചെയ്യാനായിട്ട് ശ്രമിക്കുക. അത് നിങ്ങളെ ഈ ഒരു ദിവസം സഹായിക്കുന്നതാണ്. നെക്സ്റ്റ് വന്നിട്ട് നിങ്ങളുടെ ബ്ലെസ്സിങ്സ് നോക്കാം. പാൽ നമ്പർ 2 ചൂസ് ചെയ്തവരുടെ ഇന്നത്തെ ബ്ലെസ്സിങ്സ് എന്തൊക്കെയാണ്? താങ്ക് യു. 2 ഓഫ് പെൻറ്റക്കിൾസിൻ്റെ എനർജി. കുറച്ച് പേർക്ക് ഇവിടെ എന്തെങ്കിലും ടഫ് സിറ്റുവേഷൻ മാനേജ് ചെയ്യാനായിട്ടുള്ള ഒരു ബ്ലെസ്സിങ് കാണുന്നുണ്ട്. കുറച്ച് പേർക്ക് നിങ്ങളുടെ മണി, ഫിനാൻസ് ആയിട്ടുള്ള കാര്യങ്ങളായിരിക്കാം. അത് കറക്റ്റായിട്ട് മാനേജ് ചെയ്യാനായിട്ട് കുറച്ച് പേർക്ക് ബ്ലെസ്സിങ് ഉണ്ടാകുന്നതാണ്. കുറച്ച് പേർക്ക് മെറ്റീരിയൽ വെൽത്തിൻ്റെ എനർജി, മെറ്റീരിയലിസ്റ്റിക് ആയിട്ടുള്ള കാര്യങ്ങൾ മേടിക്കാനായിട്ടുള്ള ഒരു ബ്ലെസ്സിങ് ആയിരിക്കാം ഈ ഒരു ദിവസം വരുന്നുണ്ടാകുക. കുറച്ച് പേർക്ക് ക്രിയേഷൻ്റെ എനർജിയാണ്. നിങ്ങളുടെ ക്രിയേഷൻ, ക്രിയേറ്റിവിറ്റി അത് നിങ്ങളെ ലൈഫിൽ ഒത്തിരി ഹാപ്പി മൂമെൻറ്റ്സ് ആയിട്ട് കണക്ട് ചെയ്യാനായിട്ട്, സന്തോഷം നൽകുന്ന എനർജി ആയിട്ട് കണക്ട് ചെയ്യാനായിട്ട് നിങ്ങളെ സഹായിക്കുന്നതാണ്. കുറച്ച് പേർക്ക് ഇത് റിലേഷൻഷിപ്പിലാണ്, ലവ്, റൊമാൻസ് ആയിരിക്കാം, അല്ലെങ്കിൽ നിങ്ങൾ ഒത്തിരി പാഷനായിട്ട് കരുതുന്ന കാര്യങ്ങളായിരിക്കാം. അവിടെ എന്തെങ്കിലുമൊക്കെ പോസിറ്റീവ് ബ്ലെസ്സിങ്സ് ഉണ്ടാകുന്നതായിട്ട് എനിക്ക് ഫീൽ ചെയ്യുന്നുണ്ട്. ക്യൂൻ ഓഫ് ഇമോഷൻസ്, ക്യൂൻ ഓഫ് കപ്സിൻ്റെ എനർജിയാണ്. ഇമോഷണൽ സാറ്റിസ്ഫാക്ഷൻ്റെ എനർജി കാണുന്നുണ്ട്. നിങ്ങളുടെ എന്തെങ്കിലുമൊക്കെ വിഷസ് ഫുൾഫിൽ ചെയ്യാനായിട്ടുള്ള അവസരം, ഓപ്പർച്യൂണിറ്റീസ് ഉണ്ടാകുന്നതാണ്. കുറച്ച് പേർക്ക് ഇമോഷണലി എന്തെങ്കിലും ഒരു അവേക്കനിങ് സ്റ്റേജിൽ കൂടെ നിങ്ങൾ കടന്നു പോകുന്നതായിരിക്കാം. എന്തെങ്കിലും കാര്യങ്ങളെക്കുറിച്ചിട്ടുള്ള അറിവ്, ഒരു അവേക്കനിങ് എനർജി, സത്യം, ട്രൂത്ത് മനസ്സിലാക്കുന്ന ഒരു സിറ്റുവേഷനായിട്ടും ഈ ഒരു ദിവസം എനിക്ക് ഫീൽ ചെയ്യുന്നുണ്ട്. അപ്പോൾ പല കാര്യങ്ങളുടെയും സത്യം, ട്രൂത്ത് നിങ്ങൾ മനസ്സിലാക്കുന്നതാണ്. വ്യക്തികളെ കുറിച്ചിട്ടായിരിക്കാം, നിങ്ങളുടെ ഇമോഷൻസ് ആയിരിക്കാം, നിങ്ങളുടെ ആഗ്രഹങ്ങളായിരിക്കാം, അല്ലെങ്കിൽ ശരിക്കും നിങ്ങൾക്ക് എന്താണ് വേണ്ടത് ലൈഫിൽ, നിങ്ങളുടെ ഡ്രീംസ് എന്താണ്, അതിനെക്കുറിച്ചിട്ടായിരിക്കാം. ഒരു അവേക്കനിങ് സ്റ്റേജിൽ കൂടെ നിങ്ങൾ പോകുന്നതാണ് ഈ ഒരു സമയത്ത് വന്നിട്ട്. ഫൈനൽ എനർജി എന്താണ്? താങ്ക് യു. റിമെമ്പർ യു ആർ അമേസിങ്. നിങ്ങളുടെ വർത്ത്, നിങ്ങളെക്കുറിച്ചിട്ട് നിങ്ങളെപ്പോഴും മനസ്സിൽ പോസിറ്റീവായിട്ടുള്ള കാര്യങ്ങൾ ചിന്തിക്കാനായിട്ട് ശ്രമിക്കുക. ലൈഫ് ഇസ് വാട്ട് യു മേക്ക് ഇറ്റ്. അപ്പോൾ നിങ്ങൾ എന്താണോ, എഗെയിൻ ആ ഒരു ബിലീഫ് സിസ്റ്റമാണ്, നിങ്ങൾ എന്താണോ മനസ്സിൽ കാണുന്നത്, എന്ത് ജഡ്ജ്മെൻറ്റ് എനർജിയിലാണോ നിങ്ങൾ ഇരിക്കുന്നത്, അത് വളരെ ഇമ്പോർട്ടൻ്റ് ആണ് ഈ ഒരു ദിവസം വന്നിട്ട്. നിങ്ങളാണ് നിങ്ങളുടെ ലൈഫിൻ്റെ റിയാലിറ്റി ക്രിയേറ്റ് ചെയ്യുന്നത്. നിങ്ങളെങ്ങനെ ഇരിക്കണം, ചുറ്റും പല കാര്യങ്ങളും ഉണ്ടാകും, പക്ഷേ നിങ്ങളെങ്ങനെ അതിനോട് റെസ്പോണ്ട് ചെയ്യണം, അത് നിങ്ങളുടെ കയ്യിലാണുള്ളത്. അപ്പോൾ അത് നന്നായിട്ട് യൂസ് ചെയ്യുക ഈ ഒരു സമയത്ത് വന്നിട്ട്. അതോടൊപ്പം തന്നെ സമയാസമയങ്ങളിൽ നിങ്ങളുടെ വർത്ത്, നിങ്ങളുടെ മൂല്യം, നിങ്ങളുടെ ആ ഒരു ബ്യൂട്ടിഫുൾ സോള് നിങ്ങൾ എംബ്രേസ് ചെയ്യാനായിട്ടും ശ്രമിക്കുക. അപ്പോൾ ഇത്രയാണ് പാൽ നമ്പർ 2 സെലക്ട് ചെയ്തവരുടെ ഇന്നത്തെ മെസ്സേജസ് ആൻഡ് ഗൈഡൻസ് വന്നിട്ട്. നിങ്ങൾക്ക് എൻ്റെ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാനും ഫാമിലി, ഫ്രണ്ട്സൊക്കെ ആയിട്ട് ഷെയർ ചെയ്യാനായിട്ടും മറക്കാതിരിക്കുക. അടുത്ത റീഡിംഗ് ആയിട്ട് കാണുമ്പോൾ ബൈ ആൻഡ് ടേക്ക് കെയർ. താങ്ക് യു.